ദൈവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം 63. ഈശോ യൂദാസ് കരയോത്തായെ ഉപദേശിക്കുന്നു. ഈശോയും യൂദാസും ദേവാലയത്തിൽ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി വരികയാണ്. ഈശോയുടെ കൂടെ നിൽക്കാൻ യൂദാസിന് താല്പര്യമുണ്ട്, പക്ഷെ ഗുരുവിന് അത് സമ്മതമല്ല. യൂദാസെ, രാത്രിയിൽ എൻ്റെ കൂടെ ആരും വേണ്ട. രാത്രിയിലാണ് എൻ്റെ ആത്മാവിന് പിതാവിൽ നിന്ന് ആഹാരം ലഭിക്കുന്നത്. ഹൃദയത്തിലും മനസ്സിലും ശരീരത്തിലും അസ്വസ്ഥത ഉണ്ടാക്കുന്നതെല്ലാം ഉപേക്ഷിക്കണം. മനുഷ്യമക്കളെ വീണ്ടും ദൈവത്തിൻ്റെ മക്കളാക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. പുതിയ ഒരു സൃഷ്ടിയിലൂടെ സ്വയം വേറൊരു ജന്മം നേടാൻ കഴിയും. എൻ്റെ കുറ്റം കൊണ്ടാണ് നിനക്ക് തെറ്റുതിരുത്താൻ കഴിയാതെ പോയത് എന്ന പരാതി ഉണ്ടാകാതിരിക്കാൻ നിന്റെ ചോദ്യത്തിന് ഞാൻ മറുപടി തരാം. തന്നെ കൊല്ലുന്നതും മറ്റൊരാളെ കൊല്ലുന്നതും ഒരുപോലെ നിഷിദ്ധമാണ്. നമ്മുടെ ജീവിതം മറ്റുള്ളവരുടെ ജീവനും ദൈവത്തിൻ്റെ ദാനമാണ്. ജീവൻ നൽകിയ ദൈവത്തിന് മാത്രമേ ജീവൻ എടുക്കാൻ അവകാശമുള്ളൂ. ആത്മഹത്യ ചെയ്യുന്നവൻ അവൻ്റെ അഹന്ത ഏറ്റുപറയുകയാണ് ചെയ്യുന്നത്. ദൈവം അഹങ്കാരത്തെ വെറുക്കുന്നു. അഹന്തയോ? ആത്മഹത്യ നിരാശ കൊണ്ടല്ലേ? നിരാശ അഹങ്കാരമല്ലാതെ മറ്റൊന്നുമല്ല. യൂദാസെ, ആലോചിച്ചു നോക്കൂ. എന്തുകൊണ്ടാണ് ഒരാൾ നിരാശപ്പെടുന്നത്? ഒന്നുകിൽ കഷ്ടകാലം കൊണ്ട് പൊറുതി മുട്ടിയിട്ട്, പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യാൻ സ്വയം ശ്രമിച്ച് പരാജയപ്പെടുമ്പോൾ, അല്ലെങ്കിൽ അയാൾക്കുണ്ടാകുന്ന കുറ്റബോധം കൊണ്ട്. ഏതായാലും അടിസ്ഥാന കാരണം അഹങ്കാരമല്ലേ? എല്ലാം തന്നെ ചെയ്യണമെന്ന് ശഠിക്കുന്നവൻ പിതാവായ ദൈവത്തെ സമീപിക്കുന്നില്ല. അതിനുള്ള എളിമ അവനില്ല. ഇത് ചെയ്യാൻ ഞാൻ ശക്തനല്ല, അങ്ങ് ശക്തനാണ്. അങ്ങ് എന്നെ സഹായിക്കണം. അങ്ങയുടെ സഹായം പ്രതീക്ഷിച്ച് ഞാൻ കാത്തിരിക്കുന്നു. ദൈവം എന്നോട് പൊറുക്കില്ല എന്ന് പറയുന്നവൻ ദൈവത്തെ സ്വന്തം അളവുകോൽ കൊണ്ട് അളക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തോട് ചെയ്തത് വേറൊരാളോടാണ് ചെയ്തിരുന്നതെങ്കിൽ അയാൾ അത് ക്ഷമിക്കുകയില്ലായിരുന്നു. ദൈവവും ക്ഷമിക്കുകയില്ല എന്ന് കരുതുന്നത് അഹങ്കാരമാണ്. വിനയമുള്ളവൻ മറ്റുള്ളവരെ മനസ്സിലാക്കുന്നു, അവരോട് ക്ഷമിക്കുന്നു. തന്നോട് ചെയ്ത തെറ്റ് തന്നെ വേദനിപ്പിച്ചാലും എളിമയുള്ളവൻ ക്ഷമിക്കും. അഹങ്കാരിയായ മനുഷ്യൻ ആർക്കും മാപ്പ് കൊടുക്കില്ല. തല കുനിക്കാൻ കൂട്ടാക്കാത്തവനും, പിതാവേ, ഞാൻ പാപം ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയാൻ കഴിയാത്തവനും അഹങ്കാരിയാണ്. യൂദാസെ, ആത്മാർത്ഥതയും അനുതാപത്തോടും കൂടി എളിമയോടും കൂടി ക്ഷമ ചോദിക്കുന്നവർക്ക് ദൈവം എല്ലാം ഇളവ് ചെയ്തു കൊടുക്കും, ക്ഷമിക്കും. ചില പാപങ്ങൾക്ക് പൊറുതിയില്ല. ആ പാപങ്ങൾക്ക് മോചനം നൽകരുതാത്തതാണ്. നീ അങ്ങനെ വിചാരിക്കുന്നു. മനുഷ്യരുടെ ചിന്താഗതി അതാണ്. ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, എത്ര ക്രൂരമായ കുറ്റം ചെയ്തവനും പിതാവിൻ്റെ പാദത്തിൽ വീണ് കരഞ്ഞു മാപ്പിരുന്നാൽ, പരിഹാരം ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്താൽ, നിരാശപ്പെടാതിരുന്നാൽ അവൻ്റെ മേൽ ദൈവം കനിയും. പാപത്തിന് പരിഹാരം ചെയ്യാനും പാപമോചനത്തിന് അർഹരാകാനും ആത്മാവിനെ രക്ഷിക്കാനും വേണ്ടത് ദൈവം അവന് ചെയ്തു കൊടുക്കും. വേദപുസ്തകത്തിൽ പറയുന്ന ആത്മഹത്യകൾ ഉണ്ടല്ലോ, അങ്ങനെ ആത്മഹത്യ ചെയ്തവൻ തെറ്റു ചെയ്തു എന്നാണോ അങ്ങ് പറയുന്നത്? അവരുടെ പരിമിതമായ അറിവിൽ തങ്ങൾ ചെയ്തത് ശരിയാണെന്ന് കരുതി ആത്മഹത്യ ചെയ്തവൻ ദൈവത്തിൻ്റെ കാരുണ്യം കണ്ടെത്തിയെന്നിരിക്കും. ദൈവത്തിൻ്റെ വചനം സത്യമെന്തെന്ന് വെളിപ്പെടുത്തിയ ശേഷം ദൈവത്തിൻ്റെ അരൂപി കൊണ്ട് മനുഷ്യാത്മാക്കൾക്ക് ഓജസ് പകർന്നു നൽകിയതിനു ശേഷം നിരാശ കൊണ്ട് മരിക്കുന്നവർക്ക് മാപ്പില്ല. മരണാനന്തരമുള്ള വ്യക്തിപരമായ വിധിയിലോ നൂറ്റാണ്ടുകൾ ജഹന്നായിൽ കഴിഞ്ഞ ശേഷം ലോക അവസാനം നടത്തുന്ന പൊതുവിധിയിലോ അവർക്ക് മാപ്പ് ലഭിക്കുകയില്ല. അക്കാര്യത്തിൽ സംശയമേ വേണ്ട. ദൈവം ക്രൂരഹൃദയനായതുകൊണ്ടാണോ ഇങ്ങനെ ചെയ്യുന്നത്? അല്ല, അതാണ് നീതി. ഞാൻ നിന്നെ സ്വാതന്ത്ര്യമുള്ളവനായി സൃഷ്ടിച്ചു. നീ നിനക്കിഷ്ടമുള്ള വഴിയെ പോയി. അവസാനം നീ പറഞ്ഞു, ദൈവം എനിക്ക് മാപ്പ് തരില്ല. ദൈവത്തിൽ നിന്ന് എന്നേക്കുമായി ഞാൻ അകന്നിരിക്കുന്നു. എൻ്റെ കുറ്റത്തിന് നിയമം അനുശാസിക്കുന്ന ശിക്ഷ ഞാൻ തന്നെ വിധിച്ചേക്കാം. പശ്ചാത്താപം ഉണ്ടാകാതിരിക്കാൻ ഞാൻ ജീവിതത്തോട് വിട പറയുന്നു. ഇങ്ങനെയുള്ള ഒരുവൻ എൻ്റെ അടുത്ത് വന്നിരുന്നുവെങ്കിൽ പശ്ചാത്തപിക്കേണ്ടി വരുമായിരുന്നില്ല. ഇപ്പോൾ നീ സ്വയം വിധിച്ചതുപോലെ തന്നെ നടക്കട്ടെ. നിനക്ക് ഞാൻ തന്ന സ്വാതന്ത്ര്യം എടുത്തു കളയുന്നില്ല. ആത്മഹത്യ ചെയ്യുന്നവനോട് പിതാവ് പറയുന്നത് ഇതാണ്. യൂദാസെ, നീ ഇതേപ്പറ്റി ചിന്തിക്കണം, ധ്യാനിക്കണം. ജീവൻ ഒരു സമ്മാനമാണ്. പരിശുദ്ധമായി അതിനെ സ്നേഹിക്കണം. ഈ ജീവൻ ഒടുങ്ങുമ്പോൾ അനശ്വരമായ ജീവൻ ആരംഭിക്കുന്നു. നീതിമാന്മാർക്ക് ആനന്ദദായകമാണ് ആ ജീവൻ. ആത്മാവിൻ്റെ നേട്ടങ്ങൾക്ക് സഹായമാകുന്നതിന് എന്തെല്ലാം ചെയ്യണമോ അതെല്ലാം ചെയ്യുക. മാംസത്തിൻ്റെ വാസനകൾക്ക് കടിഞ്ഞാണിടണം. എല്ലാ വാസനകൾക്കും മനസ്സിൻ്റെ ആഗ്രഹങ്ങൾക്കും ഹൃദയത്തിൻ്റെ മോഹങ്ങൾക്കും നിയന്ത്രണം വേണം. എന്നാൽ സ്വർഗീയ കാര്യങ്ങളെ പറ്റിയുള്ള ശുഷ്കാന്തി അതിവിശാലമാകട്ടെ. ദൈവത്തോടും അയൽക്കാരോടുമുള്ള സ്നേഹം, ദൈവകൽപ്പനകളോട് കാട്ടുന്ന അനുസരണ,
നന്മ പ്രവർത്തിക്കുന്നതിൽ കാണിക്കുന്ന ധീരത, ഇവയ്ക്ക് അതിര് കൽപ്പിക്കേണ്ട. പാപത്തെപ്പറ്റി അങ്ങ് എന്തു പറയുന്നു? പ്രലോഭനങ്ങൾ ആർക്കുമുണ്ടാകാം. പാപികളാകാൻ ആഗ്രഹിക്കുന്നവർ മാത്രമേ പാപികളാവുകയുള്ളൂ. അങ്ങ് എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടോ? പാപം ചെയ്യാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. പിതാവിൻ്റെ പുത്രനായതുകൊണ്ട് മാത്രമല്ല, പാപം ചെയ്യാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട്. മനുഷ്യപുത്രൻ പാപം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാൻ കഴിയുമെന്ന് വ്യക്തമാക്കാൻ വേണ്ടിയും ഞാൻ പാപം ചെയ്തിട്ടില്ല. അങ്ങ് ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിൽ പാപികളെ എങ്ങനെയാണ് വിധിക്കുക? ഞാൻ മനുഷ്യനാണ്, അതേസമയം ദൈവപുത്രനുമാണ്. മനുഷ്യനെന്ന നിലയിൽ എൻ്റെ കണ്ണിൽ പെടാതെ പോകുന്നതും ദൈവപുത്രൻ എന്ന നിലയ്ക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങ് പ്രലോഭനങ്ങൾക്ക് ഒരിക്കലും കീഴടങ്ങിയിട്ടില്ലേ? ഇല്ല, ഒരിക്കലുമില്ല. അങ്ങേക്കതെങ്ങനെ സാധിച്ചു? ഞാൻ പറയും, പിതാവേ, എന്നെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ. അങ്ങ് മിശിഹായല്ലേ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നയാൾ. അങ്ങ് പിതാവിനോട് സഹായം അപേക്ഷിക്കുമോ? സഹായം അപേക്ഷിക്കുക മാത്രമല്ല, പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഞാനായതുകൊണ്ട് മാത്രം പിതാവിൻ്റെ സഹായം കൂടാതെ കഴിയുമെന്നാണോ നിന്റെ വിചാരം? അത് അസാധ്യമാണ്. ഞാൻ സത്യമായി നിന്നോട് പറയുന്നു, പുത്രനും എല്ലാം നൽകുന്നത് പിതാവാണ്. എൻ്റെ നാമത്തിൽ പിതാവിനോട് എന്ത് ചോദിച്ചാലും പിതാവ് നൽകും. ഇതാ, ഗത്സമേനിയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് പിരിയാം. നാളെ കാണാം. ഗുരു, അങ്ങയോട് വേറൊരു കാര്യം കൂടി പറയുവാനുണ്ട്. കീഡ്രൻ വരെ ഞാൻ കൂടെ വരാം. അവിടെ നിന്ന് തിരിച്ചു പോരാം. അങ്ങ് എന്തിനാണ് ഇത്ര ചെറിയ വീട്ടിൽ താമസിക്കുന്നത്? ആളുകൾ എന്തെല്ലാം ശ്രദ്ധിക്കുമെന്നറിയുമോ? നല്ല വീടുകളുള്ള ചില സുഹൃത്തുക്കളെ ഞാൻ അങ്ങേക്ക് പരിചയപ്പെടുത്തി തരാം. അങ്ങനെയാണോ നിന്റെ ചിന്ത പോകുന്നത്? ഞാൻ അങ്ങനെ വിചാരിക്കാറില്ല. പരസ്നേഹത്തിനെതിരായി ഞാനൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും സത്യം പറയണമല്ലോ. ലോകം മാന്യന്മാരാണെന്ന് കരുതുന്നവരുടെ ഇടയിലാണ് അർഹതയില്ലാത്തവർ ഏറെയുള്ളത്. എങ്കിലും ബഹുമാനിക്കപ്പെടാൻ, അധികാരം നടത്താൻ ഹെറോദേസിനെ ആരെങ്കിലും ബഹുമാനിക്കുന്നുണ്ടോ? സീസറിനെ ബഹുമാനിക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് വിശ്വസിക്കൂ. എൻ്റെ മഹത്വം കൊണ്ട് എന്നതിനേക്കാൾ എൻ്റെ ശാന്തശീലം കൊണ്ട് നല്ലവരും സന്മനസ്സുള്ളവരുമായവരെ ഞാൻ വശീകരിക്കും, ആകർഷിക്കും. പാപികളോടും രോഗികളോടും നിർധനരോടും എനിക്ക് ഒരു പ്രത്യേക മമത ഉണ്ടായിരിക്കും. നിന്റെ നല്ല ഉദ്ദേശത്തിന് നന്ദി. പോയിക്കൊള്ളൂ. നന്മ ചെയ്യുവാനുള്ള ആഗ്രഹം ദൈവം നിന്റെ മനസ്സിലുദിപ്പിക്കട്ടെ.